രാവിലെ തന്നെ നമ്മൾ ശ്രുതിയേച്ചിയുടെ വീട് വരെ ഒന്ന് പോയി. അവിടെ ചെന്നപ്പോഴത്തേന് ആൻറ്റി നല്ല പൂ പോലത്തെ പാലപ്പവും അടിപൊളി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറുകിയ കടലക്കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ട പാടെ നമ്മൾ രണ്ട് അപ്പമൊക്കെ ചുട്ട് അതിൽ നിന്ന് കുറച്ച് കടലക്കറിയൊക്കെ എടുത്ത് വെച്ച് കഴിച്ച്. നമ്മുടെ റാമോസ് അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പൊഴിയിലോട്ട് പോയി. വീട്ടിലോട്ട് കുറച്ച് മീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. ഇത്ര മീൻ നമ്മൾ വാങ്ങിയത് 100 രൂപയ്ക്കാണ്. നിങ്ങളുടെ അവിടെ 100 രൂപയ്ക്ക് ഇത്ര അധികം കൊഴിയാളവ് കിട്ടുമോ? എന്നിട്ട് അവിടെ പച്ചക്കറി ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് കുക്കറിലിട്ട് അടിച്ച് നല്ല കൊഴുത്ത സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ട് ദോശയും കൂടെ ചുട്ട് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ വെച്ച് കഴിച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ തന്നെ നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് നേരെ വീട് ശ്രുതിയേച്ചിയുടെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്ന് ശ്രുതിയേച്ചിനെ റാമോസിനെ എല്ലാവരും ഒരുക്കിയിട്ട് നമുക്ക് ഫോൺ ശരിയാക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ഫോൺ ഹൗസിലോട്ട് വെച്ച് പിടിച്ചു. ഫോൺ ഹൗസ് വരുന്നത് ആറ്റിങ്ങലാണ്. അവിടെ ചെന്നിട്ട് ഫോൺ ശരിയാക്കാൻ കൊടുത്തിട്ട് 1-2 പൗച്ചും കൂടെ നോക്കിയിട്ട് നേരെ നമ്മൾ ബഡാ ബസാർ വരെയായിട്ടൊന്ന് പോയി. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ നിറയെ ക്രിസ്മസ് കളക്ഷൻസ് ആയിരുന്നു. അങ്ങനെ 1-2 തൊപ്പിയും പിന്നെ നമ്മൾ ക്രിസ്മസിന് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ മൂത്തേമ്മയുടെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ചായ സ്നാക്സും അവിടെ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ അപർണയും ദീപക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ അടുത്ത കാര്യം പറഞ്ഞ് ചായ സ്നാക്സോ ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് കറങ്ങാൻ ഇഷ്ടമുള്ള പാപ്പുട് പിന്നെ ഇന്ന് ഫുൾ ഡേ ഹാപ്പി ആയിരുന്നു. അപ്പോഴത്തേനും മൂത്തേമ്മ അവിടെ വിളക്കത്തിക്കായിരുന്നു. പാപ്പുടെ അവിടെ പോയി നാമമൊക്കെ ചൊല്ലി. പിന്നെ രാത്രി ആയപ്പോഴത്തേനും നമുക്ക് ഒരു കോംബോ ഓഫർ നമ്മൾ ഓർഡർ ചെയ്ത് വേറെ എങ്ങനെയല്ല നമ്മുടെ NES ബുക്കിലുള്ള സഭയുടെ കോംബോ ഓഫറാണ്. ഇവരുടെ കോംബോ ഓഫർ അടിപൊളിയാണ്. 10 പൊറോട്ട, 10 ഇടിയപ്പം, 10 ഗുബൂസ്, ഒരു ഫുൾ അൽഫാം, ഫുൾ ചിക്കൻ ഫ്രൈ, ഫുൾ ചില്ലി ചിക്കൻ, ഇതിനെല്ലാം കൂടെ 899 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്.